ക്ഷേത്രങ്ങളെയും SNDP യോഗത്തെയും സാമൂഹ്യ പരിഷ്കരണ ലക്ഷ്യങ്ങളിലേക്കുള്ള മാർഗങ്ങളായിട്ടായിരുന്നു ശ്രീനാരായണ ഗുരു കണ്ടിരുന്നത്. ആ നിലയ്ക്ക് വർക്കലയിൽ ശിവഗിരിയിൽ നടത്തിയിട്ടുള്ള ശാരദാ പ്രതിഷ്ഠ വലിയൊരു നേട്ടമായിരുന്നു കൈവരിച്ചിരുന്നത്. ഇവ കൂടാതെ തലശ്ശേരിയിലും കോഴിക്കോടും തുടങ്ങി നിരവധി പ്രദേശങ്ങളിൽ ശ്രീനാരായണ ഗുരു വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ ശ്രീനാരായണ ഗുരു തന്നെ പറയുകയുണ്ടായി, ക്ഷേത്രങ്ങൾ ജാതി വ്യവസ്ഥ അധികമാക്കുന്നു, അതുകൊണ്ട് ഒരിക്കലും ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കരുത്, ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന്. ഇതിനു വേണ്ടിയായിരുന്നു പിന്നീട് ശ്രീനാരായണ ട്രസ്റ്റ് രൂപീകരിച്ചത്. ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ നിരവധി സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു. കേരളം കൈവരിച്ച വിദ്യാഭ്യാസ പുരോഗതിയിൽ ഇവയ്ക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. നിരവധി ക്ഷേത്രങ്ങളിൽ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ശ്രീനാരായണ ഗുരു ചേർത്തലയിലെ കവളങ്കോടൻ ക്ഷേത്രത്തിൽ കണ്ണാടി പ്രതിഷ്ഠിച്ചതിലൂടെ ഈശ്വരാരാധനയുടെ പരമമായ ലക്ഷ്യം ആത്മദർശനമായിരിക്കണമെന്ന മഹത്തായ സന്ദേശമായിരുന്നു അതുവഴി നൽകിയത്. ജനങ്ങൾ ആത്മീയ ദർശനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നുമുള്ള ഒരു ആഗ്രഹത്തെ മുൻനിർത്തിയാണ് 1928 ജനുവരിയിൽ ശ്രീനാരായണ ധർമ്മസംഘം എന്ന ഒരു സന്യാസി സംഘടന അദ്ദേഹം രൂപീകരിച്ചത്. എന്നാൽ ഈ ഒരു സ്വപ്നം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ, അതായത് 1928 സെപ്റ്റംബർ 20 വർക്കലയിൽ വെച്ച് ശ്രീനാരായണ ഗുരു സമാധിയായി. ശിവഗിരിയിൽ സ്ഥാപിച്ച ആശ്രമം ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ ഇന്നും പ്രശസ്തമാണ്.